അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് Kmeans ആണ്. Kmeansൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത്. നമ്മൾ ഇതുവരെ ചെയ്തേക്കണ എല്ലാ വീഡിയോസും എന്ന് പറഞ്ഞാൽ എന്താണ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോണ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഇത് Kmeans ആണ്. ഇതുവരെ നമ്മൾ ചെയ്തേക്കണതെല്ലാം സൂപ്പർവൈസ്ഡ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലേബലിൻ്റെ ഡാറ്റ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണേ. ഇവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ട്രെയിനും ടെസ്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട. കാരണം ഇവിടെ ട്രെയിനിങ് ചെയ്യാനായിട്ടൊരു ലേബൽഡ് ഡാറ്റ ഇല്ല. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി ചെക്ക് ചെയ്യാനൊന്നും അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല. ഇങ്ങനെ ട്രെയിനിങ് ഡാറ്റയും ടെസ്റ്റ് ഡാറ്റയും കമ്പയർ ചെയ്ത് അങ്ങനെ ചെയ്യാൻ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിങ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട പാക്കേജസ് ഇമ്പോർട്ട് ചെയ്തു. ഈ 3 പാക്കേജസ് നിങ്ങൾക്ക് പരിചയമുള്ള പാക്കേജസാണ്, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണതാണ്. റൺ ചെയ്യാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യണം. അത് ചെക്ക് ചെയ്യണം ലോഡായിട്ടില്ലെന്ന്. അപ്പോൾ ഡാറ്റ സെറ്റ് PD റീഡ് CSV വെച്ച് ലോഡ് ചെയ്തു. എന്നിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹെഡ് മെത്തേഡ് ഉപയോഗിച്ചു. ഫസ്റ്റത്തെ 5 റോസ് പ്രിൻ്റ് ആയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 കോളം നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. നമ്മൾ ഈ 2 കോളം എടുക്കണുള്ളൂ, ലാസ്റ്റത്തെ 2 കോളങ്ങൾ എടുക്കണുള്ളൂ. ആനുവൽ ഇൻകം സ്പെൻഡിങ് സ്കോറും വെച്ചിട്ട് പുള്ളി ഏത് കാറ്റഗറിയിൽ വരുന്നതെന്നുള്ള സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. നിങ്ങൾക്കറിയാം Kmeans എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. Kmeans എന്ന് പറഞ്ഞാൽ K ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. ആ K ക്ലസ്റ്റേഴ്സിനും K സെൻട്രോയിഡ്സ് ഉണ്ടാവും. ഇപ്പോൾ 3 ക്ലസ്റ്ററാണെങ്കിൽ 3 സെൻട്രോയിഡ് ഉണ്ടാവും. നമ്മുടെ ഈ നിലവിലുള്ള ഡാറ്റേനെ ഈ 3 സെൻട്രോയിഡിലും ഏതാണോ അടുത്ത് തന്നെ ആ ഒരു ക്ലസ്റ്ററാക്കി മാറ്റുക. അതാണ് Kmeansൽ തന്നെ പരിപാടി. എന്നിട്ട് പുതിയൊരു ഡാറ്റ പോയിൻ്റ് വരുമ്പോൾ ഇതിലേത് സെൻട്രോയിഡിലാണോ ആ പുതിയ ഡാറ്റ പോയിൻ്റ് അടുത്ത് കിടക്കണേ അതിന് ആ ക്ലസ്റ്ററാണെന്ന് നമ്മൾ പറയും. അതാണ് നമ്മൾ Kmeansൽ ചെയ്യണ പരിപാടി. അപ്പോൾ ഇവിടെ ഡാറ്റ ക്ലീനിങ് ഞാൻ ചെയ്തില്ലേ, പെട്ടെന്ന് കോഡ് അടിച്ച കാരണം ഡാറ്റ ക്ലീനിങ് കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ഇവിടെ ചെയ്യണം. ഡാറ്റ പ്രീ പ്രോസസ്സിങ് എല്ലാത്തിലും ചെയ്യേണ്ട കാര്യമാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ, കാറ്റഗറിക്കൽ ഉണ്ടെങ്കിൽ മാറ്റണം, അതൊക്കെ നമ്മളെല്ലാത്തിലും ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഈ 3 കോളം ഒഴിവാക്കാണ്. കസ്റ്റമർ ID, ജനർ, അതേപോലെ ഏജ് എന്നുള്ള ഈ 3 കോളം ഒഴിവാക്കാണ്. ജെൻഡറിൻ്റെ കോളം ഈ ഏജിൻ്റെ കോളം നമ്മൾ ഒഴിവാക്കാണ്. എന്നിട്ട് ഇത് രണ്ടും വെച്ചാണ് നമ്മൾ Kmeans അപ്ലൈ ചെയ്യാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സ് എന്ന് പറഞ്ഞിട്ട് എന്താ, എക്സ് നമ്മൾ എന്താ എടുക്കാറ്, ഫീച്ചേഴ്സാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ ഈ Y ഇല്ല, ടാർഗറ്റ് ഇല്ല നമുക്ക്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ ഡാറ്റ സെറ്റ് ഐലോക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഇൻഡെക്സ് ലൊക്കേഷൻ ഐലോക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, 3ഉം 4ഉം 3ഉം 4 എന്ന് പറയുമ്പോൾ 0, 1, 2, 3ഉം 4ഉം ഈ 2 കോളവും നമ്മൾ എന്തിലേക്ക് എടുത്ത് വെച്ചു, എക്സിലേക്ക് എടുത്ത് വെച്ചു. അതാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ Kmeans ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് ആ റൺ ചെയ്യാം. അപ്പോൾ കണ്ട എക്സിലേക്ക് എൻ്റെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഈ 2 കോളം കണ്ട, അതിപ്പോൾ എക്സിലുണ്ട് അതിൻ്റെ വാല്യൂസ്. അപ്പോൾ ഫീച്ചേഴ്സ് എടുത്ത് വെച്ചു. അടുത്ത ഇനി ഇവിടെ ഈ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ Kmeans ക്ലസ്റ്ററിങ്ങിൽ Kയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ബോക്സിൽ ചെയ്ത് വെച്ചാണ്. Kയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എൽബോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കണേ. നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. എങ്ങനെ, എക്സ് ആക്സിസിൽ Kയുടെ വാല്യൂസും അതേപോലെ Y ആക്സിസിൽ എന്തെടുക്കും, WCSSും എടുത്തിട്ട് വിത്തിൻ ക്ലസ്റ്റർ സം സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ Kmeansൽ തന്നെ ഒരു ടേമാണ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണേ. ആ വിത്തിൻ ക്ലസ്റ്റർ സം സ്ക്വയേഴ്സും ഏത് Kയുടെ വാല്യൂ കിട്ടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടാണ് WCSS കിട്ടണേ, അത് തമ്മിൽ പ്ലോട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് ഇവിടെ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കി Kmeansൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള പാക്കേജ് ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്യണം. അതിരിക്കുന്നത് SQL ക്ലസ്റ്ററിലാണ്. അപ്പോൾ Kmeans ആദ്യം തന്നെ ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വെച്ചു. അത് വെച്ചിട്ടാണ് നമ്മൾ Kmeans ഇംപ്ലിമെൻറ്റ് ചെയ്യണതും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് വന്നതും. ഇനി ഇവിടെ ഈ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ ഓരോ തവണ Kmeans K1 ഇട്ട് ഒരു ക്ലസ്റ്റർ ഇട്ട് Kmeans ചെയ്യുമ്പോൾ എത്രയാണ് എനിക്ക് WCS കിട്ടിയത്, അത് കഴിഞ്ഞ് 2 ക്ലസ്റ്റർ ഇട്ട് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്, അങ്ങനെ കണ്ടുപിടിക്കാൻ ഓരോ തവണ കഴിയുമ്പോൾ കിട്ടണത് എടുത്തു വെക്കാൻ ഒരു ലിസ്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തേക്കണതാണ് WCSS ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കട്ടെ വേരിയബിളിന്. അപ്പോൾ WCSSൻ്റെ വാല്യൂസ് എടുത്ത് വെക്കണ കാരണം അങ്ങനെ ഒരു പേര് കൊടുത്തുന്നുള്ളൂ. ഇനി ലൂപ്പ് ഇട്ടേക്കാണ്. ഈ ലൂപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനി ഓരോ തവണയും Kmeans വെച്ചിട്ട് നമ്മളിതിനെ വാല്യൂസ് ഫൈൻഡ് ചെയ്യും. ഓരോ തവണ Kmeans ചെയ്യുമ്പോഴും ഈ WCSS എത്ര കിട്ടണമെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആദ്യം ഇവിടെ റേഞ്ച് കൊടുത്താണ് നോക്കിയാൽ 1 തൊട്ട് 10 വരെയാണ് ഇവിടെ പോണേ. അപ്പോൾ ആദ്യം ഒരു ക്ലസ്റ്റർ ഇട്ട് Kmeans നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ എത്ര WCSS കിട്ടണമെന്ന് നോക്കും. വീണ്ടും എന്ത് ചെയ്യും,
2 ക്ലസ്റ്റർ ആക്കിയിട്ട് വീണ്ടും ചെയ്യും, 3 ക്ലസ്റ്റർ ആയിട്ട് ചെയ്യും, അങ്ങനെ 10 എണ്ണമായിട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് അനലൈസ് ചെയ്യും. അപ്പോൾ നോക്കാം, ഇവിടെ നോക്കിയേ കെ മീൻസ് അപ്ലൈ ചെയ്യാനുള്ള ഇൻസ്റ്റൻസ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ലീനിയർ റിഗ്രഷനൊക്കെ ക്രിയേറ്റ് ചെയ്യണ പോലെ തന്നെ കെ മീൻസ് അപ്ലൈ ചെയ്യാനുള്ളതാണ്. കെ മീൻസ് കെ എം ക്യാപിറ്റലാണ്. ഞാൻ മോഡലിന് കെ മീൻസ് എന്നുള്ള പേരാണ് ഇവിടെ ഒബ്ജക്റ്റിന് കൊടുത്താണ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം, മോഡലിന് കൊടുക്കണമെങ്കിൽ മോഡലിന് കൊടുക്കാം, കെ എം എന്ന് കൊടുക്കണമെങ്കിൽ കെ എം എന്ന് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇതാണ് കെ മീൻസ്. അപ്പോൾ അതിൽ തന്നെ ആട്രിബ്യൂട്ട്സ് നോക്കി എൻ ക്ലസ്റ്റേഴ്സ് ഈക്വൽ ടു ഐ. ഇവിടെ ഈ ലൂപ്പിൻ്റെ വേരിയബിൾ ഐ എന്ന് പറയുന്നത് അത് കൊടുത്താണ്. ഈ എൻ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ക്ലസ്റ്റർ വേണമെന്നുള്ള എണ്ണമാണ് എൻ ക്ലസ്റ്റേഴ്സ് ആയിട്ട് കൊടുക്കണേ. പിന്നെ ഇവിടെ കൊടുത്തേക്കണം ഇനിറ്റ്. ഇനിറ്റ് എന്ന് പറയുന്നത് അവിടെ ഓട്ടോ വരാം, കെ മീൻസ് പ്ലസ് പ്ലസ് വരാം, അല്ലെങ്കിൽ റാൻഡം വരാം. ഇനിറ്റ് എന്ന് ഉദ്ദേശിക്കണമൊന്നുമില്ല. ഇപ്പം നമുക്ക് പല പല സെൻട്രോയിഡ് എടുക്കാം. അപ്പോൾ കെ മീൻസ് പ്ലസ് ആണെങ്കിൽ ഒരു തവണ ചെയ്ത് നോക്കുള്ളൂ. അതേസമയം റാൻഡം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 10 സെൻട്രോയിഡ് മാറ്റി ഇട്ട് നോക്കും. എന്നിട്ട് അതിലേതാണോ ഏറ്റവും ബെസ്റ്റ് ആ സെൻട്രോയിഡാണ് നമ്മൾ എടുക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതേസമയം കെ മീൻസ് പ്ലസ് ആണെങ്കിൽ ഒറ്റ തവണ ചെക്ക് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കില്ല. വേറെ ഇവിടെ വന്ന വാല്യൂസാണ് ഈ ഓട്ടോ റാൻഡം ഒക്കെ കൊടുക്കാം. അപ്പോൾ റാൻഡം ഒക്കെ കൊടുത്താലെന്ന് പറഞ്ഞാൽ 10 തവണയൊക്കെ ചെക്ക് ചെയ്ത് സെൻട്രോയിഡ് ഓരോന്ന് മാറ്റി കൊടുത്തിട്ട് ആ അത്രയും മാറ്റി ചെയ്തതിൽ ഏത് സെൻട്രോയിഡാണോ ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടിയത് ആ സെൻട്രോയിഡാണ് എന്തെടുക്കുള്ളൂ, അൽഗോരിതം എടുക്കുള്ളൂ. റാൻഡം സ്റ്റേറ്റ് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഇതിനു മുന്നേ ചെയ്ത കുറേ കാര്യങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ടാണ് എന്ത്, റാൻഡം സ്റ്റേറ്റ്. അത് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഇനി എന്താ ചെയ്യണമെന്ന് നോക്കിയാൽ മോഡൽ ഇതിലേക്ക് ഫിറ്റ് ചെയ്തു. മോഡലിലേക്ക് നമ്മുടെ ഫീച്ചേഴ്സ് നമ്മൾ ഫിറ്റ് ചെയ്തു. മോഡലിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഫീച്ചേഴ്സ് നമ്മൾ ഫിറ്റ് ചെയ്തു. അടുത്ത ചെയ്യണമെന്ന് നോക്കിയാൽ WCSS ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയേക്കണ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. എന്തൊട്ട് ആഡ് ചെയ്യണം നോക്കി, ഇവിടെ ഇനേർഷ്യ അണ്ടർസ്കോർ എന്നുള്ളത് ഈ കെ മീൻസിൻ്റെ മോഡലിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു മെത്തേഡ് പോലത്തെ സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ സംഭവം നമ്മുടെ കെ മീൻസിൻ്റെ മോഡൽ ഇനേർഷ്യ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ആ മോഡലിൻ്റെ വിത്തിൻ ക്ലസ്റ്റർ സം വാല്യൂ കിട്ടും. അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഇനേർഷ്യ അണ്ടർസ്കോർ എന്ന് പറയുന്നത്. നമ്മുടെ കെ മീൻസ് മോഡലിന് എന്ത് പേരാണോ കൊടുത്തത് ആ ഒബ്ജക്റ്റിൻ്റെ കൂടെ ഇനേർഷ്യ അണ്ടർസ്കോർ എന്ന് കൊടുത്താൽ അത് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വിത്തിൻ ക്ലസ്റ്റർ സം സ്ക്വയർ കിട്ടും. WCSSൻ്റെ വാല്യൂ കിട്ടാനുള്ള സംഭവമാണ് ഈ ഇനേർഷ്യ അണ്ടർസ്കോർ എന്ന് പറയുന്നത്. നമ്മൾ ലോജിസ്റ്റിക്കിലാട്ടെ ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചില്ലേ, അതേപോലെ ഇതായിട്ട് റിലേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഇനേർഷ്യ അണ്ടർസ്കോർ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ ലൂപ്പ് എന്താ ചെയ്യണേ, ആദ്യം ഒരു ക്ലസ്റ്റർ ഇട്ട് ഫിറ്റ് ചെയ്യും. അപ്പോൾ കിട്ടിയ WCSSൻ്റെ വാല്യൂ എന്താണെന്നുള്ള ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. വീണ്ടും രണ്ട് ക്ലസ്റ്റർ ഇട്ട് ട്രെയിൻ ചെയ്യും. അപ്പോൾ കിട്ടിയ WCSS ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ 10 എണ്ണത്തിൻ്റെയും എന്ത് ഉണ്ടാവും, WCSS ലിസ്റ്റിൽ 10 എണ്ണത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. ഇനി നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കി, എക്സിൻ്റെ വാല്യൂസ് എവിടെ തൊട്ട് എവിടം വരെ, 1 തൊട്ട് 10 വരെ. അതാണ് ഈ റേഞ്ച് ഫംഗ്ഷൻ വെച്ച് കൊടുത്താണ്. 1,11 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1 തൊട്ട് 10 വരെ പോകും. വൈയിൽ എന്താ വന്നത് നോക്കിയേ, നമ്മുടെ WCSS ലിസ്റ്റിൽ ഇരിക്കുന്ന വാല്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ആക്സിസിൽ കെയുടെ വാല്യൂം കിട്ടും, വൈ ആക്സിസിൽ എന്ത് കിട്ടും, വിത്തിൻ ക്ലസ്റ്റർ സമ്മും കിട്ടും. ഇനി ഇത് ഗ്രാഫിൻ്റെ എക്സ് ലേബൽ, വൈ ലേബൽ, അതേപോലെ ഗ്രാഫിന് എന്ത് ടൈറ്റിലാണ് വേണ്ടതെന്നുള്ളത്. എന്നിട്ട് ഷോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ പ്ലോട്ട് ചെയ്യാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റണ്ണായി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, ഈ വൈ ആക്സിസിലുള്ളത് നമ്മൾ ഓരോ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കെയുടെ വാല്യൂ കൊടുക്കുമ്പോൾ എത്രയാണ് WCSS കിട്ടിയെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇനി ഇതിൽ നിന്ന് കെ കണ്ടുപിടിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എവിടെ വെച്ചാണോ ഈ എൽബോൻ്റെ പോലത്തെ ബെൻഡ് തന്നെ അതാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള കെയുടെ വാല്യൂ. ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് ഇവിടെ ആയിട്ടാണ്, ഈ ഭാഗത്ത് കണ്ടാണ് എന്ത് തന്നെ എൽബോൻ്റെ പോലത്തെ ബെൻഡിങ് തന്നെ. അപ്പോൾ അത് നോക്കിയാൽ നമുക്കറിയാം 4ൻ്റെ 6ൻ്റെ ഇടയിലാണ്. അപ്പോൾ 5ആണ് ആ വാല്യൂ. അപ്പോൾ നമ്മൾ കെ എന്തായിട്ട് എടുക്കും, ഈ ഗ്രാഫ് ഉണ്ടാകുമ്പോൾ എനിക്ക് മനസ്സിലാവും കെയുടെ കറക്റ്റ് വാല്യൂ 5ആണെന്നുള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, കെ 5ആക്കി എടുത്തു. ഇവിടെ നമ്മൾ ഈ ലൂപ്പ് ഇട്ട് കെ മീൻസ് ഇംപ്ലിമെൻ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മൾ വീണ്ടും കറക്റ്റ് കെയുടെ വാല്യൂ വെച്ച് വീണ്ടും എന്താണ് മോഡൽ ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഒന്നുകൂടി ഒബ്ജക്റ്റ് വീണ്ടും ക്രിയേറ്റ് ചെയ്തു. കെ മീൻസ് ഈക്വൽ ടു ക്ലസ്റ്ററിൻ്റെ എണ്ണം 5 കൊടുത്തു. ഇനിറ്റ് എന്താ ഞാൻ പറഞ്ഞാണ് കെ മീൻസ് പ്ലസ് എന്ന് കൊടുത്തു, റാൻഡം സ്റ്റേറ്റ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഫീച്ചേഴ്സ് വെച്ച് നമ്മൾ ഫിറ്റ് പ്രഡിക്റ്റ് ചെയ്തു. ഈ ഫിറ്റ് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യാറ്, ആദ്യം ഫിറ്റ് ചെയ്യും എന്നിട്ട് പ്രഡിക്റ്റ് ചെയ്യും. അത് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ പൊതുവേ ഇങ്ങനെയാണ് ഉപയോഗിക്കാറ്. ഫിറ്റ് പ്രഡിക്റ്റ് ഡയറക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. മറ്റോ നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലെല്ലാം ഫിറ്റും പ്രഡിക്റ്റും സെപ്പറേറ്റ് ചെയ്യാറ്. ഇവിടെ ഇങ്ങനെ ഒന്നിച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് റൺ ചെയ്യാം.
പ്രെഡിക്റ്റ് ആയതുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ക്ലസ്റ്ററുകളുടെ ഗ്രാഫ് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കാറ്റർ പ്ലോട്ടാണ് ഉപയോഗിക്കണത്. സ്കാറ്റർ നിങ്ങൾക്കറിയാം പോയിന്റ് ആയിട്ട് വരാനുള്ളത്. അപ്പോൾ ഇത് നോക്കിയേ, ഫസ്റ്റത്തെ ലൈനിൽ എന്താ ചെയ്യണമെന്ന് നോക്കിയേ, സ്കാറ്റർ എക്സ് ഓഫ് വൈ പ്രെഡിക്റ്റ് ഈക്വൽ ടു 0,0. ഇവിടെ എന്താ ഉദ്ദേശിച്ചേക്കണേന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഫീച്ചേഴ്സാണ് നിങ്ങൾക്കറിയാം. ഞാൻ ഇവിടെ വേണമെങ്കിൽ എക്സ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഫീച്ചേഴ്സ്. ആ 2 ഫീച്ചേഴ്സാണ് എക്സിലുള്ളത്. ഇനി അതിലെന്താ എക്സ് ഓഫ് ഇൻഡെക്സ് എന്താ കൊടുത്താണ്, എക്സിൽ വൈ പ്രെഡിക്റ്റ് 0 ആയിട്ടുള്ളത്. വൈ പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യണത് 0, 1, 2, 3, 4 എന്നായിരിക്കും. കാരണം ഇവിടെ നമ്മുടെ ക്ലസ്റ്റേഴ്സ് എത്രയാണ്, 5 എണ്ണം. അപ്പോൾ 5 ക്ലസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ 0 തൊട്ടാണ് അതിൻ്റെ നമ്പറിങ് വരാം. ഒന്നില്ലെങ്കിൽ 0th ക്ലസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലസ്റ്റർ ആയിരിക്കും, തേർഡ് ക്ലസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 4th ക്ലസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 തൊട്ടാണ് നമ്മുടെ പ്രഡിക്ഷൻ വരാം ഏത് ക്ലസ്റ്ററാണെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയാൽ എക്സിൻ്റെ ഇൻഡെക്സ് കൊടുത്താണത്. എക്സിൽ എന്താ വരണ്ടേ, വൈ പ്രഡിക്റ്റ് 0യും രണ്ടാമത്തെ 0 ഉദ്ദേശിക്കുന്ന കോളത്തിനാണ്. ഈ എക്സിൽ 2 കോളം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ സ്കാറ്റർ ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ ഒരു ഫീച്ചറും വൈ ആക്സിസിൽ വേറെ ഫീച്ചറാണ് എടുക്കുന്നത്. നമ്മൾ പടം വരുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവുക. അത് ഞാൻ പറയാം. എക്സ് ആക്സിസിൽ ഒരു ഫീച്ചറും വൈ ആക്സിസിൽ രണ്ടാമത്തെ ഫീച്ചറാണ് നമ്മൾ എടുക്കണേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ റോയിലെല്ലാത്തിൻ്റെ ആദ്യത്തെ ഇൻഡെക്സ് നോക്കിയേ, എക്സിൻ്റെ വൈ പ്രഡിക്റ്റ് ഈക്വൽ ടു 0. വൈ പ്രഡിക്റ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ 1ൽ വന്ന എലമെൻറ്റ്സ്. ഈ എക്സിൽ മൊത്തമുള്ള എക്സിൽ എല്ലാത്തിലും ക്ലസ്റ്റർ 1ൽ വന്നത് ഏതൊക്കെയാണെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ. ഈ ഫസ്റ്റത്തെ റോസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇനി രണ്ടാമത് കോളം ഏതാണെന്ന് നോക്കി, എക്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്യണത് എന്താ, ഫസ്റ്റ് മെൻഷൻ സ്കാറ്ററിൽ നമ്മൾ കൊടുക്കണത് എന്താ, എക്സ് കോമ വൈ എന്നാണ് നമ്മൾ കൊടുക്കണേ. അപ്പോൾ എക്സ് ആക്സിസിൽ മെൻഷൻ ചെയ്യണത് ഫസ്റ്റത്തെ ഫീച്ചർ ആവുകൊണ്ടാണ് കോളം എന്ത് കൊടുത്തണേ, 0. ഈ ഫസ്റ്റ് കോളത്തിന് ഉദ്ദേശിച്ചാണ് 0. രണ്ടാമത് എന്താ, സെയിം തന്നെ 0th ക്ലസ്റ്ററിൽ തന്നെ രണ്ടാമത്തെ ഫീച്ചർ, അതാണ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം ഞാനൊരു സ്കാറ്റർ പ്ലോട്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുക്കണേ, PLT ഡോട്ട് സ്കാറ്റർ എക്സ് കോമ വൈ, ഈ ഒരു ഫോർമാറ്റിൽ കൊടുക്കണേ. എക്സ് ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യണത് ആദ്യം കൊടുക്കും, വൈ ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യണത് രണ്ടാമതും കൊടുക്കും. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ട സാധനമാണ് ഇത് ഇവിടം വരെ കൊടുത്തേണ്ടത്, ഇത്രയും ഭാഗം മാത്രം. അതെന്താണ് ഉദ്ദേശിച്ചേക്കണേന്ന് നോക്കിയാൽ എക്സ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സിൻ്റെ അറിയുന്ന എന്ത് മാത്രം എടുക്കണുള്ളൂ, ഈ റോസ് ഏതൊക്കെ എടുക്കണം, വൈ പ്രഡിക്റ്റ് 0 ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ 0th ക്ലസ്റ്ററിൽ വരുന്ന റോസും, കോളം ഏതാ എടുക്കണ്ടേ, ഫസ്റ്റ് കോളം. ഇനി ഇത് നോക്കിയേ, ഇത് എക്സിൻ്റെ ഫീച്ചേഴ്സിൽ ക്ലസ്റ്റർ സെയിം തന്നെ, ഏതാ രണ്ടാമത്തെ കോളം, അതാണ് നമ്മൾ വൈയിൽ പ്ലോട്ട് ചെയ്യണത്. എക്സിൽ പ്ലോട്ട് ചെയ്യണത് ഫസ്റ്റത്തെ ഫീച്ചേഴ്സും വൈയിൽ പ്ലോട്ട് ചെയ്യണത് രണ്ടാമത്തെ ഫീച്ചേഴ്സും. ഈ എസ് എന്നൊക്കെ ഉള്ളത് അത് നമ്മുടെ സൈസാണ്, ആ പോയിൻറ്റിൻ്റെ സൈസ് കൊടുക്കാനാണ് ഈ എസ്സും കാര്യങ്ങളും ഉപയോഗിച്ചാണ്. ആ ഒരു സ്കാറ്റർ പ്ലോട്ടിൽ നിങ്ങൾക്കറിയാം കുറേ ഡോട്ടായിട്ട് തന്നെ, ഡോട്ടിൻ്റെ സൈസ് കൊടുക്കാനാണ് ഈ എസ് ഉപയോഗിച്ചാണ്. അതേപോലെ കളർ മെൻഷൻ ചെയ്യാനാണ് ഈ സി എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്. പിന്നെ ലേബൽ എന്താണെന്ന് ഞാൻ ഗ്രാഫ് പറഞ്ഞുതരാം. ഓരോ പോയിന്റ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യണമെന്നുള്ള ഒരു ലേബൽ ഗ്രാഫിൻ്റെ കൂടെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആട്രിബ്യൂട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഫസ്റ്റത്തെ ക്ലസ്റ്ററിലുള്ള പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ. രണ്ടാമത്തെ സ്കാറ്റർ എന്തിനാന്ന് നോക്കിയേ, വൈ പ്രഡിക്റ്റ് എന്താ കൊടുത്താണ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് ക്ലസ്റ്ററിൽ വരുന്ന എല്ലാ റോയും സെലക്ട് ചെയ്യും. കോളം ഏതാ, എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഫീച്ചർ, വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഫീച്ചർ. പിന്നെ എസിൻ്റെ സൈസാണ് ഈ 100 എന്നുള്ളത്. പിന്നെ അടുത്ത കളർ കൊടുത്തു, കാരണം ആ പോയിന്റിന് ഗ്രീൻ കൊടുത്തായിരുന്നു, ഇവിടെ വേറെ കളർ കൊടുക്കണം, ബ്ലൂ കൊടുത്തു. ലേബൽ ക്ലസ്റ്റർ 2 എന്ന് കൊടുത്തു, രണ്ടാമത്തെ ക്ലസ്റ്റർ എന്നുള്ള രീതിയിൽ. പിന്നെന്താ, ഇതേപോലെ തന്നെ ഈ സെയിം തന്നെ നമുക്ക് വേണ്ട 5 ക്ലസ്റ്റർ നമ്മുടെ പ്രോബ്ലത്തിലുണ്ട്. ആ 5നെ ഇതേപോലെ നമ്മൾ സ്കാറ്ററിങ്ങിനുള്ള ഇത് കൊടുത്തു. ഇനി ലാസ്റ്റ് ചെയ്തേക്കണം എന്താ നോക്കിയേ, നമ്മുടെ ഈ Kmeansൽ 5 ക്ലസ്റ്റർ ഉണ്ട്. 5 ക്ലസ്റ്ററിൻ്റെ സെൻട്രോയിഡ് നമുക്ക് പ്ലോട്ട് ചെയ്യണം ഈ ഗ്രാഫിൽ. ഗ്രാഫ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടുക, എന്നാലും ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പം ഈ ക്ലസ്റ്റർ _ സെൻറ്റർ _ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ Kmeans വെച്ച് കണ്ടുപിടിച്ച സെൻട്രോയിഡ് ഇല്ലേ, ആ സെൻട്രോയിഡുകൾ കിട്ടാനുള്ളതാണ് എന്ത്, ഈ ക്ലസ്റ്റർ _ സെൻറ്റേഴ്സ് _ നേരത്തെ നമ്മൾ ഇനേർഷ്യ _ ഉപയോഗിച്ചു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, WCSSൻ്റെ വാല്യൂ കിട്ടാൻ. അതേപോലെ തന്നെ ഇതായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ വേറൊരു മെത്തേഡാണ് ക്ലസ്റ്റർ _ സെൻറ്റേഴ്സ് _ ഇതെന്താ റിട്ടേൺ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിലുള്ള എല്ലാ സെൻട്രോയിഡും 5 ക്ലസ്റ്ററുള്ള, അപ്പോൾ 5 സെൻട്രോയിഡും റിട്ടേൺ ചെയ്യും. ഇനി ഇവിടെ ഇങ്ങനെ 0യും 1ഉം കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം എക്സ് വൈയിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ ഫസ്റ്റത്തെ ഫീച്ചറിൻ്റെ സെൻറ്റർ എന്തായിരിക്കും, എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ റോയും വേണം, പക്ഷേ എന്ത് മാത്രം മതി, ഫസ്റ്റ് കോളം മതി. ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മാത്രമായിട്ടൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം.
ഇപ്പം ഞാനിവിടെ ഇത് പ്രിൻ്റ് ചെയ്യാൻ തരുന്ന കണ്ടോ 5 സെൻട്രോയിഡുകളല്ലേ തന്നെ 5 സെൻട്രോയിഡ് എങ്ങനെയാ ഇത് എക്സ് കോർഡിനേറ്റ് ഇത് വൈ കോർഡിനേറ്റ് അങ്ങനെ 5 ക്ലസ്റ്റർ ഉള്ള കാരണം 5 സെൻട്രോയിഡ് ഉണ്ട് നമുക്ക് ആ ക്ലസ്റ്റേഴ്സ് കിട്ടാനുള്ളതാണ് ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യണ എങ്ങനെ എക്സ് ആക്സിസിലാണ് ഫസ്റ്റ് കോർഡിനേറ്റ് അത് കാരണം ഫസ്റ്റ് കോളം അതിനാണ് ഈ 0 ഈ കോളൻ ഉദ്ദേശിക്കുന്നത് എല്ലാ റോയും വേണമെന്ന് ഇതിലുള്ള എല്ലാ റോയും വേണം എക്സിൽ പ്ലോട്ട് ചെയ്യേണ്ടത് എന്താ ഫസ്റ്റത്തെ കോർഡിനേറ്റ്സ് ഈ സാധനങ്ങളാണ് എക്സിൽ പ്ലോട്ട് ചെയ്യേണ്ടത് അടുത്തത് അത് കഴിഞ്ഞിട്ട് എന്താ കൊടുത്താണ് മീൻസ് ക്ലസ്റ്റർ സെൻറ്റേഴ്സ് എല്ലാ റോയും വേണം രണ്ടാമത്തെ കോളം ഇതാണ് എന്ത് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് ഇനി നമ്മൾ ആ ഒരു പോയിന്റിൻ്റെ മാത്രം സൈസ് 300 കൊടുത്തേണ് വേറെ ഒന്നല്ല ഇതിനേക്കാൾ കൂടുതൽ കൊടുത്തേക്കണാണ് അത് എടുത്ത് നിൽക്കാൻ അത് സെൻറ്ററാന്ന് അറിയണമല്ലോ ബാക്കിയുള്ള ഡാറ്റ പോയിന്റ്സ് ആയിട്ട് വ്യത്യാസം വരാൻ അതിൻ്റെ സൈസ് ഇത്തിരി കൂടുതൽ കൊടുത്തേണ്ട് ഇതിനൊന്നും കൊടുക്കാത്തൊരു കളറ് സെപ്പറേറ്റ് ഇതിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ലേബൽ സെൻട്രോയിഡ് ബാലൻസ് സെയിം ആണ് നമ്മുടെ പ്ലോട്ടിൽ വേണ്ട പ്ലോട്ടിൻ്റെ ടൈറ്റിൽ എക്സിൻ്റെ ആക്സിസിന് എന്താണ് ലേബൽ വേണ്ടത് വൈ ആക്സിസിന് എന്താണ് ലേബൽ വേണ്ടതെന്നുള്ളത് എക്സിൽ നമുക്കറിയാം ഫസ്റ്റത്തെ ഫീച്ചർ എക്സിൽ ഈ 2 ഫീച്ചറാണുള്ളത് അതിൽ ഫസ്റ്റത്തെ ഫീച്ചർ എന്തായിരുന്നു ആനുവൽ ഇൻകം രണ്ടാമത്തെ ഫീച്ചർ സ്പെൻഡിങ് സ്കോർ എക്സിൽ ഫസ്റ്റ് ഫീച്ചർ എടുത്തേക്കണ കാരണം എക്സിൻ്റെ ലേബൽ ആനുവൽ ഇൻകം വൈയിൽ സെക്കൻഡ് ഫീച്ചർ എടുത്തേക്കണ കാരണം സ്പെൻഡിങ് സ്കോർ നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്ത് എറർ വന്നിട്ടുണ്ട് നോക്കട്ടെ ഇവിടെ ഇത് എക്സ്ട്രാ അടിച്ച് വെച്ചാരണമാണ് പറയാൻ ഒന്നുകൂടെ റൺ ചെയ്യാം അപ്പോൾ കണ്ടോ ഗ്രാഫ് പ്ലോട്ടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സംഭവം കണ്ടോ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണെന്ന് പറയണത് അതാണ് ഈ ലേബൽ വെച്ച് മെൻഷൻ ചെയ്തേക്കണേ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഈ ഡോട്ടിൻ്റെ സൈസാണ് എന്ത് എസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് പിന്നെ ഈ പോയിൻ്റ് എവിടെ എക്സിലെവിടെ ഈ പോയിൻ്റ് വന്നെന്നുള്ളതാണ് നമ്മൾ ഈ ഫസ്റ്റ് പാസ് ചെയ്യണത് വെച്ച് റെപ്രസെൻ്റ് ചെയ്യണത് അതേപോലെ ഈ പോയിൻ്റ് വൈയിൽ എവിടെയിട്ടാണ് അതിൻ്റെ പൊസിഷൻ എന്ന് മെൻഷൻ ചെയ്യാനാണ് ഈ രണ്ടാമത് കൊടുക്കണത് അപ്പോൾ ഇത്രേ ഉള്ളൂ മീൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതണം ഇനിയിപ്പോൾ ഇത് വെച്ച് നമുക്ക് പുതിയൊരു ഡാറ്റ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടോ ഞാൻ ഒരു ഡാറ്റ പാസ് ചെയ്യാണ് 65-15 എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ പോയിന്റ് പാസ് ചെയ്താൽ എവിടെ വരും ഏത് ക്ലസ്റ്റർ ആയിരിക്കും എന്നുള്ള പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ ഗ്രാഫ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം 65 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടേക്ക് ആയിട്ടായിരിക്കും തന്നെ 15 എന്ന് പറയുമ്പോൾ ഇവിടെ അത് സ്വാഭാവികമായിട്ട് ഒന്നില്ലെങ്കിൽ നീലയായിരിക്കും മിക്കവാറും ക്ലോസ് ആയിട്ട് കിടക്കണേ നീല എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ 2 ആണ് നമുക്ക് റൺ ചെയ്ത് നോക്കാം കണ്ടോ 1 കാരണം ഇവിടെ നമ്മൾ എഴുതണത് 1 2 3 എന്നാണെങ്കിലും നിങ്ങൾക്കറിയാം നമ്പറിങ് എവിടെ നിന്നാണ് 0 എന്നാണ് അപ്പോൾ 0 1 ക്ലസ്റ്റർ 2 കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തതാണ് ഇനിയിപ്പോൾ ഞാൻ ഒരു 65 വൈയിൽ 65 എക്സിലൊരു 20 കൊടുത്ത് നോക്കാം അപ്പോൾ ആ റെഡിൻ്റെ ക്ലസ്റ്ററിലായിരിക്കും വരണ്ടേ ത്രീ നിങ്ങൾക്ക് നോക്കിയാൽ റെഡിൻ്റെ ക്ലസ്റ്റർ 3 ആണെന്നറിയാം 0 1 2 3 ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രഡിക്ഷൻ എങ്ങനെ വന്നതെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കാട്ടിയത് ഇവിടം വരെ ചെയ്താൽ മതി അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതണു നമ്മൾ ചെയ്തേക്കണ ആദ്യത്തെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് മറ്റേത് വെച്ച് നോക്കിയാൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ട്രെയിൻ ടെസ്റ്റ് ഒന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല ബാക്കി മനസ്സിലാക്കി വെച്ചാൽ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം